സഹോദരന്മാരെ, ഞാൻ മിനിഞ്ഞാന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കണ്ണീരു, ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദ് അമ്പലക്കടവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റു, അതേപോലെ മുസ്തഫ മുണ്ടുപാറയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനും ആസ്പദമാക്കിയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഇതിലെല്ലാം കുത്തിത്തിരിപ്പുമായിട്ട് പലരും വരൂ എന്ന് ഞാനിന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പലരും പല രൂപത്തിൽ, പല കോവലത്തിൽ, പല ഭാവത്തിലും ഉള്ള ആൾക്കാരാണ് പല കുത്തിത്തിരിപ്പുമായിട്ട് വന്നിട്ടുള്ളത്. അതും എങ്ങനെയാ വരുന്നത്? പല പ്രൊഫൈലിൽ, പല വ്യാജ പ്രൊഫൈലിൽ. അതിൽ പ്രമുഖരായ ഒരു വ്യക്തി അബ്ദുറഹ്മാൻ ഫൈസി എന്ന് പറയുന്ന പ്രായം ചെന്ന താടിയെല്ലാം നരച്ചിന് എണ്ട് ചോപ്പിച്ചിട്ട് വന്നു. അദ്ദേഹം വന്നിട്ട് പഴയ കാര്യങ്ങളാണ് പലതും ഓർമ്മിപ്പിക്കുന്നത്. പുതിയതൊന്നും അദ്ദേഹത്തിന് ഓർമ്മിപ്പിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് പഴയ കാര്യങ്ങൾ പണ്ട് എപ്പോ നടന്ന 35-40 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നത്. ഇതെല്ലാം പുറത്ത് പരസ്പരം പൊറുക്കാനും പുറത്തിട്ടു എന്താ പറയുക മനസ്സിലാക്കിയിട്ടു മുന്നോട്ട് പോകാനല്ലേ നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചർച്ചയല്ല ഇത് പറയുന്നത്. അത് ഇവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല. ഈ അബ്ദുറഹ്മാനെ പോലെയുള്ള ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒന്നായി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാണ്ടായി പോകും. ഇതിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് കിട്ടുന്നത് ആനുകൂല്യം പറ്റിയിട്ടാണ് കുടുംബത്തെ പുലർത്തുന്നത്, അടുപ്പി തീ കത്തിക്കുന്നത്. അത് ഇല്ലാണ്ടാകുമോ എന്നുള്ള ബേജാറാണ് ഇവർക്ക്. ഇത് സുന്നികളൊന്നും ഒന്നായി കിട്ടിയെങ്കിൽ നല്ല റായത്തായിട്ട് പോകും. എന്നാൽ ഇവരെ പണിയാടെ നിൽക്കൂ, കുത്തിത്തിരിപ്പ് അതവിടെ നിന്ന് കിട്ടു. അത് ഇവർക്ക് സഹിക്കുന്നില്ല. അതാണ് ഇവരെ ഉദ്ദേശം. എന്നാൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ പലതും നടന്നിട്ടുണ്ട്. പരസ്പരം പല വിഷയങ്ങളും നടന്നിട്ടുണ്ട്. അതെല്ലാം അതാത് കാലഘട്ടത്തിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. ആ പ്രസംഗങ്ങളിൽ പലപ്പോഴുമായിട്ട് പല രൂപത്തിലെ രൂക്ഷ വിമർശനങ്ങൾ പരസ്പരം നടത്തിയിട്ടുണ്ടാവും. അതെല്ലാം ഇപ്പോൾ എടുത്തുകൊണ്ടായിട്ട് ഇടുന്നതിന്റെ ഉദ്ദേശം എന്നാണ്, അതിന്റെ ആവശ്യം എന്നാണ്. അതെല്ലാം പരസ്പരം എന്ത് ചെയ്യാ പൊരുത്തപ്പെട്ടിട്ട് യോജിപ്പിലെത്താൻ വേണ്ടിയിട്ടല്ലേ ശ്രമിക്കുന്നത്. അന്നേരാണ് ഇവരെ പോലെയുള്ള ഈ അബ്ദുറഹ്മാനെ പോലെയുള്ള പല രൂപത്തിലും കോലത്തിലും ഉള്ളവർ വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഈ അബ്ദുറഹ്മാനിട്ട പോസ്റ്റിൽ എന്നാ പറയുന്നത് 35 കൊല്ലം മുമ്പുള്ള അരീക്കാട് പള്ളിന്റെ പ്രശ്നം. അത് അന്ന് മുതൽ ജീവിച്ച ഒരുവിധം സുന്നിയൊക്കെല്ലാം ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതിന്റെ വിശദീകരണം കൃത്യമായി പല രൂപത്തിലും എല്ലാ കവലകളിലും നടത്തിയിട്ടുണ്ട്. എന്നിട്ടല്ലേ ഇവനിപ്പം വന്നിട്ട് ഓർമ്മിപ്പിക്കായിട്ട്. അതല്ലേ ഇപ്പോൾ എടുത്തിട്ട് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യം എന്നാ. ഇനിയും വരാനുണ്ട്. കാരണം ഇന്നലെയാത്ത നാസർ ഫൈസി കൂടത്തായി വന്നിട്ട് എഴുതിട്ടില്ലേ, സമസ്തയെ പിളർത്താൻ മുസ്ലിം ലീഗിന് ഒരു പങ്കുമില്ല എന്നിട്ടോ. അദ്ദേഹം മുസ്ലിം ലീഗിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ലേ. മുസ്ലിം ലീഗ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് അവിടെ ഖുർആനും ഹദീസും ഓതിയിട്ട് വരുമല്ലോ. ഇദ്ദേഹവും വരൂ. ഇനി വരാനുണ്ട്. സമദ് പൂക്കോട്ടൂരുണ്ട്, വഹാബുദ്ദീൻ നദവി സാഹിബും വരും. അവർക്കൊന്നും ഇത് യോജിക്കുന്നതിനോട് ഇഷ്ടപ്പെടാത്തവരാ. അവർക്ക് ഇത് യോജിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം അന്നാന്ന് മുട്ടാൻ വേണ്ടി പോകുന്നത്. ഇവർ മറ്റ് സമൂഹത്തിന്റെ നന്മയൊന്നല്ല ഇവർക്ക് പ്രശ്നം. സമൂഹം യോജിപ്പിലെത്തുക എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നേ ഇല്ല. നമ്മളെ അടുപ്പ് എങ്ങനെ പോകുക സുഭിക്ഷമായിട്ട്, ഞാനും എന്റെ ഓളും എന്റെ കുടുംബവും എങ്ങനെ സുഭിക്ഷമായിട്ട് ഇതിൽ നിന്ന് കൊണ്ടുപോയിട്ട് ആനുകൂല്യം കൊണ്ടുപോയിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കാന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇത് യോജിച്ചു കഴിഞ്ഞാലാ ഇത് നിന്ന് കിട്ടു. ഇവരെ ഈ കുത്തിത്തിരിപ്പ് നിന്ന് കിട്ടു. അന്നേരം ഇവർക്ക് വരുമാനം കുറഞ്ഞു കിട്ടു. അതിലുള്ള ബേജാറാണ്. അതേപോലെ പല രൂപത്തിലുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, പല കോലത്തിലും വന്നിട്ട് പഴയ പ്രസംഗങ്ങൾ, ഹമീദ് ഫൈസി അമ്പലക്കാട് പ്രസംഗിച്ച പഴയ പ്രസംഗങ്ങളെല്ലാം കൊണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ ആവശ്യം എന്നാണ് അവർക്കിത് എന്ന് പറഞ്ഞാൽ ഇതൊരു കുത്തിത്തിരിപ്പാണ്. ഇത് മറ്റുള്ളവർ ഓർമ്മിപ്പിക്കുക, എന്നിട്ട് ആദ്യം എന്ത് ചെയ്യുക, അവിടെ വിഷം ചീറ്റുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ സുന്നി സമൂഹം യോജിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് കരുതുന്ന സുന്നി വിശ്വാസികളോട് ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പിലൊന്നും നിങ്ങളെന്ത് ചെയ്യരുത്, വഞ്ചിതരാകരുത്. അവര് സാത്വികരായ മനുഷ്യന്മാർ സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ, അതേപോലെ ഉമറാക്കളുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിട്ട് രണ്ടും കൂടി ഈ യോജിക്കുക എന്ന് പറയുന്ന രണ്ട് സംഘടന ഒന്നിച്ചിട്ട് ലയിക്കലൊന്നുമല്ല. പരസ്പരം ഉണ്ടാകുന്ന ആ വിദ്വേഷങ്ങൾ എന്ത് ചെയ്യാൻ മാറ്റി നിർത്തി പരസ്പരം ഒന്നിച്ചുകൂടി, അതന്നെ. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നിങ്ങൾ വിചാരം യോജിക്കുക എന്ന് പറഞ്ഞാൽ SKSF പിരിച്ചുവിട്ടിട്ട് SSF ചേരുക, അല്ലെങ്കിൽ SYS പിരിച്ചുവിട്ടിട്ട് മറ്റേ SYS ചേരുക, അതൊന്നും അല്ല. ഇതിങ്ങനത്തെ ഒരു സംഘടനാപരമായിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോകണോ? അതിന് രണ്ട് വിഭാഗത്തിൽ നല്ല ശക്തിയുണ്ട്. എന്നാലാ പരസ്പരം ഉണ്ടാകുന്ന ഈ വൈരാഗ്യങ്ങളില്ലേ, കണ്ടാമുണ്ടാത്ത വൈരാഗ്യോ. ഒരു സുന്നി EK വിഭാഗത്തിന്റെ പെട്ട ഒരാളെ പുറക്കൊരു മൗലൂദ് നടത്തുന്നു, അവിടെ AP വിഭാഗക്കാരനെ വിളിക്കുന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങളല്ലോ. ഒരു പള്ളി ഉദ്ഘാടനത്തിൽ AP വിഭാഗത്തിന്റെ ഒരാൾ പങ്കെടുക്കുന്നു, EK വിഭാഗത്തിന്റെ ആൾക്കാർ പങ്കെടുക്കുന്നില്ല. അവർ രണ്ടാളും ഒരുമിച്ചിട്ട് ആ സ്റ്റേജിൽ പങ്കെടുപ്പിക്കുക. ഇതെല്ലാം കൂടിയിട്ടാണ്, ഇതാണ് യോജിപ്പ് എന്ന് പറയുന്നത്. ഈ യോജിപ്പാണ് ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിച്ചല്ലോ, പലരും വിചാരിച്ചു ചെയ്തല്ലോ ഒന്നിച്ച് സംഘടനയെല്ലാം കൂടിയിട്ട് ഒന്നായിട്ട് മാറില്ല. അങ്ങനെയൊന്നുമല്ല. അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. കാണിച്ച രണ്ട് സംഘടനയും നല്ല ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന സംഘടനകളാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. പരസ്പരമുള്ള വിദ്വേഷങ്ങൾ മാറ്റി നിർത്തി പരസ്പരം സഹകരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈടെ ഉള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർക്കെതിരെയും ഈ മുജാഹിദ് സലഫി ചിന്താധാരയിൽപ്പെട്ടവർക്കെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുക. ഒരു രാഷ്ട്രീയത്തിനും പ്രാധാന്യം കൊടുക്കാതെ രാഷ്ട്രീയക്കാരെ പണിയെടുക്കട്ട് മതത്തിന്റെ കാര്യം ജിഫ്രി തങ്ങളെ പോലെയുള്ളവർ കൈകാര്യം ചെയ്തിട്ട്, ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെയുള്ളവർ കൈകാര്യം